കപ്പൽ തിരോധാനത്തിന് 4.5 പതിറ്റാണ്ടാവുന്നു. കേരള ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ചരക്ക് കപ്പലായിരുന്നു MV കൈരളി. 979-ൽ ഗോവയിൽ നിന്നും ജർമ്മനിയിലേക്ക് പോയ കപ്പൽ പിന്നീട് മടങ്ങി വന്നില്ല. വർഷം ഇത്രയുമാകുന്നു. ആ ദുരന്തത്തിൽ ഉൾപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ നീറി ഇപ്പോഴും ജീവിക്കുകയാണ്. നമുക്ക് അവരെ ഒന്ന് കേൾക്കാം. കൈരളി കപ്പലിലെ എഞ്ചിൻ റൂംസ് റാങ്കായിരുന്നു ഫോർട്ട് കൊച്ചി സ്വദേശി PA ജോസി. കപ്പൽ തിരോധാനത്തിന്റെ വാർത്ത പരന്നപ്പോൾ ജോസിയുടെ മകൾ ജൂലി അന്ന് 3ാം ക്ലാസ്സിൽ. ഞങ്ങൾ ട്യൂഷന് പോയി വരുമ്പോഴേക്കും അമ്മച്ചി കരഞ്ഞോണ്ടിരിക്കണേ. ഇവിടെ അപ്പൊ എന്താണ് കരഞ്ഞെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ലെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണം. അമ്മച്ചി ഒന്നും ചെയ്യണില്ല. പിറ്റേ ദിവസം ഞങ്ങളുടെ വീട് നിറച്ച ആൾക്കാരെ കാണുന്നത്, കസിൻസും ആൾക്കാരും രാവിലെ പേപ്പറുമായിട്ടാണ് വന്നത് എല്ലാവരും അന്വേഷണത്തിന്. അമ്മച്ചി കഴിഞ്ഞ കൊല്ലം മരിച്ചുപോയി. അമ്മച്ചി ഒത്തിരി ടെൻഷനിൽ പിടിച്ചാണ് മരിച്ചേക്കുന്നത്. ശരിക്കും സന്തോഷത്തോടു കൂടിയുള്ള ഒരു മരണം, അല്ലെങ്കിൽ ദൈവം വിളിച്ചെന്നുള്ളൊരു മരണം, ഒരു സങ്കടത്തിൻ്റെ ഒരു മരണമാണ് ഞങ്ങളുടെ അമ്മച്ചിക്ക് ഉണ്ടായിട്ടുള്ളത്. ഭാര്യ മരിക്കണതിന് മുമ്പ് എൻ്റെ ഭർത്താവ് വരും എന്നും പറഞ്ഞിട്ട് എൻ്റെ മക്കളെയും കാണാൻ വേണ്ടി വരും എന്നുള്ളൊരു അന്വേഷണം അമ്മച്ചിയുടെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇന്നും മരിച്ചെന്ന് ഞങ്ങൾ ഒരു കുർബാന പോലും പള്ളിയിൽ ചൊല്ലിയിട്ടില്ല. ഞങ്ങളുടെ അപ്പച്ചി ഈ ആൾക്കാർക്കും വേണ്ടി പള്ളിയിൽ പോയാലും പോലും അമ്മച്ചിനോട് പറഞ്ഞിട്ടും പോണത് ഒരു തൂണുമേൽ 2ാമത്തെ തൂണിലിരിക്കും. അപ്പച്ചി വന്ന് ഓടി വന്ന് വിളിക്കണേ. അങ്ങനെയും പറഞ്ഞാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പള്ളിയിലും ഞങ്ങൾ അനിയത്തിയും ആങ്ങളെയെല്ലാം ഗോഡ്ബിനും പോയിക്കൊണ്ടിരുന്നത്. അച്ഛൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള വസ്തുക്കളൊക്കെ കാണുമ്പോൾ ഇന്നും ഒരു നോവാണ്. കണ്ണുകൾ അറിയാതെ നിറയും. അപ്പച്ചിയുടെ ഓർമ്മയ്ക്കായിട്ട് അപ്പച്ചിയുടെ സൈക്കിളും റേഡിയോ, ക്ലോക്ക് അതൊക്കെ അന്ന് കൊണ്ടുവന്നത് ഇന്നും ഞങ്ങളുടെ ഓർമ്മയിൽ അമ്മച്ചി ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. വിമാനാപകടത്തിന് 56 വർഷങ്ങൾക്കിപ്പുറം സൈനികന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവമൊക്കെ ചൂണ്ടിക്കാട്ടി കപ്പലിനായുള്ള പരിശോധനകൾക്ക് ഇനിയും സാധ്യതയുണ്ടെന്ന് ഇവർ പറയുന്നു. പിന്നീട് അന്വേഷണം ഉണ്ടായി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് മാത്രം അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ ഞങ്ങൾക്ക് എന്നും ഞങ്ങളുടെ ഈ 52 കുടുംബക്കാർക്കും ഉണ്ട്. മറ്റൊരു കപ്പലിൽ ജോലി നോക്കുന്ന ജൂലിയുടെ സഹോദരൻ ഗോഡ്വിനും പിതാവിന്റെ ഓർമ്മകളിലാണ് ഇന്നും ഓരോ ദിവസവും തുടങ്ങുന്നത്. ഇതുവരെയും ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നിഗമനത്തിലും ഇതെന്ത് പറ്റിയെന്നുള്ളത് എത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. നേവി അന്വേഷണം ഉണ്ടായിരുന്നു ഈ പോയ സമയത്ത്. അന്വേഷണമൊക്കെ നടത്തിയിട്ടും എവിടെയും ഒന്നും എത്താൻ പറ്റിയില്ല. കൈരളി അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ കാണേണ്ടതായിട്ടുള്ള ഓയിലോ ലൈഫ് ബോട്ടോ ലൈഫ് റാഫ്റ്റോ ഒന്നും വീണ്ടെടുക്കാൻ പറ്റിയില്ല. ഒരു ഇന്നുവരെ ദുർഘട കാലാവസ്ഥയിൽ MV കൈരളി കപ്പൽ മുങ്ങിയെന്നാണ് അന്ന് ജുഡീഷ്യൽ കമ്മീഷൻ വിലയിരുത്തിയത്. എന്നാൽ അക്കാലഘട്ടത്തിൽ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. വർഷം ഇത്രയായെങ്കിലും അച്ഛനെക്കുറിച്ചോർത്ത് മനസ്സുപിടയാത്ത ഒരു ദിവസം പോലും ഇവരുടെ ജീവിതത്തിലില്ല. ഉത്തരം കിട്ടാത്ത ഒട്ടനവധി ചോദ്യങ്ങളുമായി വേദനയോടുകൂടി കഴിയുകയാണ് ഈ കുടുംബങ്ങൾ. ക്യാമറാമാൻ ബിനു പാമ്പയ്ക്കൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.